ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുട്ടികൾക്കും അതേപോലെ ടീനേജേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്, തുണി എടുത്തിട്ടുണ്ട്. പിന്നെ മെഷീൻ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, കൈ വെച്ചിട്ട് തുന്നിയിട്ടായാലും നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഞാൻ ഈ ഒരു തുണി എടുക്കുകയാണ്. ഇതിൻ്റെ നീളം 30 സെൻറ്റിമീറ്ററും അതേപോലെ വീതി 6 സെൻറ്റിമീറ്ററാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് മടക്കി നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഞാനിവിടെ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യണത്, കൈ വെച്ചിട്ട് തുന്നിയിട്ടായാലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് എല്ലാ വീഡിയോയിലും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പൊക്കെ കൈ വെച്ചിട്ട് തുന്നിയിട്ട് ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല ഭാഗം പുറത്തെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പിന്നിങ്ങനെ കുത്തി ഉള്ളിൽ കൂടെ എടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നല്ല വശം പുറത്തെടുക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ നമ്മളിതിൻ്റെ നല്ല ഭാഗം പുറത്തെടുത്തിട്ടുണ്ട്. ഇതിലപ്പോൾ സ്റ്റിച്ചൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട്. സ്റ്റിച്ചിൻ്റെ പാട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഇതേപോലെ നടുക്കിലാക്കി നമ്മൾ വെച്ച് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക്കിൻ്റെ നീളം 17 സെൻറ്റിമീറ്റർ, വീതി 2 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഇലാസ്റ്റിക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ സൂചി വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇലാസ്റ്റിക്കും തുണിയും കൂടി ചേർത്ത് വെച്ചിട്ട് ഞാനൊരു മുട്ടുസൂചി കുത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ മറ്റേ സൈഡിലും ഇലാസ്റ്റിക്കും തുണിയും കൂടിയിട്ട് ചേർത്ത് പിടിച്ച് നമ്മളൊരു പിന്ന് കുത്തി കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് പിന്ന് കുത്തി കൊടുക്കുക. ഇങ്ങനെ പിന്ന് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒക്കെ എളുപ്പമായിരിക്കും. ഇതേപോലെ വെച്ച് രണ്ട് സൈഡും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു 3-4 വട്ടം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ തുന്നാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ തുന്നി കൊടുക്കുക. ബാക്കി വന്ന നൂലൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത തുണി എടുത്തിട്ടുണ്ട്. ഇത് 2 എണ്ണം ഒരേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നീളം 30 സെൻറ്റിമീറ്ററും വീതി 12 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലത്തെ ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മളൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗം മാത്രം ഞാനിങ്ങനെ വളച്ചൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിൽ വളഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതേപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് താഴത്തുള്ള ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. 2 സൈഡുകളും അതേപോലെ മേൽഭാഗത്ത് നമ്മൾ വളച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റുള്ള ഭാഗത്ത് നമ്മൾ ഇതേപോലെ കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ വളഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നല്ല ഭാഗം പുറത്തെടുക്കുമ്പോൾ ഇത് ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. 2 തുണിയും ഞാൻ ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല വശം പുറത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഞാൻ കത്രിക വെച്ചിട്ടാണ് ഇങ്ങനെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കണത്. നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതേപോലെ നല്ല ഭാഗം ഇതിൻ്റെ പുറത്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ഒരു 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ നല്ലോണം പാകാവുന്ന രീതിയിലുള്ളതാണ്. ഇനിയിപ്പോൾ ടീനേജേഴ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് എടുത്ത ഈ തുണിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുക. അളവൊന്ന് കൂട്ടിയെടുക്കുക. നീളം നമ്മൾ 30 സെൻറ്റിമീറ്റർ എടുത്തത് 33 സെൻറ്റിമീറ്റർ എടുത്താൽ വലിയ കുട്ടികൾക്കും ടൈറ്റ് ഇല്ലാണ്ട് പാകാവുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ 2 തുണികളും നല്ല വശം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ 2 തുണികളുടെയും സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം നടുക്കിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുള്ള തുണി ഉണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് ഇതേ രീതിയിൽ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ വച്ചിട്ട് 2 സൈഡിൽ നിന്നും നടുക്കിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ മറ്റേ സൈഡിൽ നമ്മൾ ചെയ്തെടുക്കുക. ഈ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുള്ള തുണി എടുക്കുക, ഇതേപോലെ ഇങ്ങനെ പിടിക്കുക, ചേർത്ത് പിടിക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും നടുക്കിലേക്കായിട്ട് ഇങ്ങനെ മടക്കി ഇവിടെയും ഞാനൊരു പിന്ന് കുത്തി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 3-4 വട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കുക. കൈവച്ച് തുന്നാണെങ്കിലും നന്നായിട്ട് തന്നെ തുന്നിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിൽ പോയിട്ട് നല്ല ഭാഗമാണ് നമുക്ക് പുറത്ത് കാണാനായിട്ട് ഉണ്ടാവുക. ഈ സൈഡും അതേ രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗവും കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ളത് എല്ലാതും ഉള്ളിൽ പോയിട്ടുണ്ടാവും. നല്ല ഭാഗമാണ് നമുക്ക് പുറത്തേക്ക് കാണാനായിട്ട് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മേൽഭാഗം ചേർത്ത് പിടിച്ച് കെട്ടിട്ട് കൊടുക്കുക. 2 വട്ടം നമ്മൾ കെട്ടിട്ട് കൊടുക്കണം.
അതേപോലെ നമ്മളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുള്ള അംജിത കുട്ടി എന്നോടൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അംജിതയ്ക്കും അംജിതയുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരു വലിയ ഹായ് കേട്ടോ. അംജിത വീഡിയോ കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മെയിൽ അയക്കണം കേട്ടോ, ഫോട്ടോസൊക്കെ. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ.